ആറാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ നിങ്ങൾ ഈ പ്രവർത്തിക്കുന്ന നബിദിനം എന്ന പേരിൽ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ വലിയ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് കയറി വന്നപ്പോൾ അവിടെയുണ്ട് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. ആ കൂടിയിരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു നേതാവുണ്ട്. അയാളുടെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്. അയാൾ പറയും, തന്റെ കൂട്ടാളികളോട് അയാൾ പറയും, ഹല്ലിലൂ മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും 100 തവണ. സബ്ബിഹൂ മിഅ കബ്ബിറൂ മിഅ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറയുക. അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറയുക. അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറയുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ പറഞ്ഞതിന്? പറയുന്നത് തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്മീദാണ്, തഹ്ലീലാണ്, ഇബാദത്താണ്, ദിക്റുകളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു നടക്കുന്നതിന് വേണ്ടി. ആ വടി കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആളുകളെ ആട്ടിപ്പറഞ്ഞേച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മാ ഹാദാ അല്ലദീ അറാക്കും തഫഅലൂൻ, നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ദിക്ർ എടുക്കുകയാണ്, ഞങ്ങൾ ഹൽഖ ഉണ്ടാക്കിയിരിക്കുകയാണ്, ദിക്റിന്റെ ഹൽഖയാണിത്. അദ്ദേഹം പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തിന്മകളാണ് രേഖപ്പെടുത്തേണ്ടത്. എന്നുമ്പോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തിന്മകളാണ്, നന്മകളല്ല. ഫഅന ളാമിനുൻ അല്ലാ യദിഅ മിൻ ഹസനാതികും ഷൈ, നിങ്ങളുടെ നന്മകളൊന്നും അല്ലാഹു പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഒരു മസ്ജിദിൽ കൂടിയിരുന്ന് കുറച്ചു നേരം കൂടിയിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു രൂപമുണ്ടാക്കി തക്ബീറും തഹ്മീദും ചൊല്ലിയതിനാണ്. മ്യൂസിക് ഇട്ട് പാട്ടുപാടി റോട്ടിലൊന്നാകെ നടക്കുന്നതിനല്ല, നാട്ടുകാർക്ക് വഴി നടക്കാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ജാഥ സംഘടിപ്പിച്ചതിനല്ല, രാത്രി 10 മണിയും 12 മണിയും കഴിഞ്ഞിട്ടും സ്റ്റേജ് കെട്ടി ആളുകൾക്ക് ഉറങ്ങാൻ പ്രയാസമുണ്ടാക്കിയതിനല്ല. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. മസ്ജിദിന്റെ ഉള്ളിൽ ഇരുന്ന് ഖുർആൻ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേറെ ആൾക്ക് തശ്വീഷ് ഉണ്ടാക്കരുത് എന്ന്. ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കിയതിനല്ല, പള്ളിയുടെ ഉള്ളിൽ ഇരുന്ന് ദിക്ർ ചൊല്ലിയതാണ്. അതിനാണ് അദ്ദേഹം പറഞ്ഞത്, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, നിങ്ങളുടെ നാശം എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഹൗലാഇ സ്വഹാബത്തു നബിയ്യുക്കും മുതവാഫിറൂൻ, ഇദാ സ്വഹാബിമാർ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വഹാദിഹി സിയാബുഹു ലം തബ്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയില്ല. അതിനു മുൻപ് തന്നെ നിങ്ങൾ ദലാലത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് മസ്ജിദിൽ പോയിരുന്നു പറഞ്ഞതാണത്. പിന്നീട് ആ ഹദീസ് ഉദ്ധരിച്ച റാവി പറയുകയാണ്, അന്ന് അവിടെ കൂടിയിരുന്ന് ആ ദിക്ർ ഹൽഖ ഉണ്ടാക്കിയ ആളുകൾ പിന്നീട് അലി ഇബ്നു അബി ത്വാലിബിനെതിരെ ഖവാരിജികളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഇന്ന് നിങ്ങൾ നബിദിനം ആഘോഷിക്കാത്തവരെ ബിദ്അത്തുകാരി എന്ന് പറയുന്നു. തിരിഞ്ഞു നോക്കുക, ഈ പറഞ്ഞ സ്വഭാവങ്ങൾ സഹാബിമാർ ബിദ്അത്തുകാർ എന്ന് വിശേഷിപ്പിച്ചവരുടെ പ്രത്യേകതകൾ ആർക്കാണ് ചേരുക എന്ന് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് ആലോചിക്കുക. നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന, നിങ്ങൾ വഹാബികളെന്ന് മുദ്ര കുത്തുന്നവർക്കാണോ? അതല്ല, നിങ്ങൾക്ക് തന്നെയാണ്. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. തർക്കിച്ചു തമാശ പറഞ്ഞിട്ടും വിജയിക്കാവുന്ന ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നീ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങൾ, എനിക്ക് എപ്പോഴും പറയും, നബിദിനമാകട്ടെ, അള്ളാഹു അല്ലാത്തവരുടെ സഹായരേഖമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, നീ ഈ കാര്യങ്ങളെ തർക്കത്തിന്റെ മനോഭാവത്തോടു കൂടിയാണോ നീ അതിന് മുൻപിൽ നിൽക്കുന്നത്? നീ സത്യത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ്.